എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവീകരിച്ച 2021 CBR 150R മലേഷ്യൻ വിപണിയിൽ അവതരിപ്പിച്ച ജാപ്പനീസ് നിർമ്മാതാക്കളായ ഹോണ്ട പുതുക്കിയ മോട്ടോർ സൈക്കിൾ CBR 250RRൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരുന്നുവെന്നും കമ്പനി അറിയിച്ചു. നവീകരിച്ച ഡിസൈൻ, ഫ്രണ്ട് ഹെഡ്ലാമ്പിന് ഒരു ക്വാഡ് LED സജ്ജീകരണവും ഒരു ചെരിഞ്ഞ വിസറും ഷാർപ്പായിട്ടുള്ള ഫെയറിങ്ങും ഇതിന് ലഭിക്കുന്നു. ഗോൾഡൻ ഫിനിഷ്ഡ് USB ഫ്രണ്ട് ഫ്രോക്കുകളും നവീകരിച്ച മോഡലിലെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. അത് മോട്ടോർ സൈക്കിളിന് വളരെ പ്രീമിയമായി കാണപ്പെടുന്നതിന് സഹായിക്കുന്നുവെന്നും ഹോണ്ട അറിയിച്ചു. മോട്ടോർ സൈക്കിൾ LED ടേൺ ഇൻഡിക്കേറ്ററുകൾക്ക് ഒപ്പം നേർത്ത ടെയിൽ ലൈറ്റും വാഗ്ദാനം ചെയ്യുന്നു. ഇതുകൂടാതെ ഇതിന് ഒരു സ്പ്ലിറ്റ് സീറ്റ് സജ്ജീകരണവും ഒരു ഉയർന്ന എക്സോസ്റ്റും ലഭിക്കുന്നുവെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ LCD ഇൻസ്ട്രുമെൻ്റ് കൺസോളാണ്. ബ്ലൂ ബ്ലാക്ക് ലൈറ്റിങ്ങും അതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇന്ധന ഉപയോഗ റീഡൌട്ടും ഉൾപ്പെടുന്നു. ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ 2 ചക്രങ്ങളിലും സിംഗിൾ ഡിസ്ക് ബ്രേക്കുകൾ അടങ്ങിയിരിക്കുന്നു. ഡ്യുവൽ ചാനൽ ABSൻ്റെ സുരക്ഷാ വലയവും എമർജൻസി സ്റ്റോപ്പ് സിഗ്നലും EES സ്റ്റാൻഡേർഡായി ലഭ്യമാണ്. പിൻ സസ്പെൻഷനിൽ പ്രോ ലിങ്ക് മോണോഷോക്ക് സിസ്റ്റം അടങ്ങിയിരിക്കുന്നതും കാണാം. മോട്ടോർ സൈക്കിളിന് കരുത്ത് പകരുന്നത് 149 cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഇത് 9000 RPMൽ 16.3 bhp കരുത്തും 7000 RPMൽ 14.4 Nm ടോർക്കും സൃഷ്ടിക്കുന്നു. ഇന്തോനേഷ്യൻ സ്പെക്ക് CBR 150Rനെ അപേക്ഷിച്ച് ഇത് ഏകദേശം 1 PS-ഉം 0.7 Nm കുറഞ്ഞ പവർ ഔട്ട്പുട്ടുമാണ് കാണിക്കുന്നത്. ട്രാൻസ്മിഷൻ ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുന്നത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഒരു സ്വീപ്പർ അസിസ്റ്റ് ക്ലച്ചും സ്റ്റാൻഡേർഡായി വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. ബൈക്കിന് ഇരുവശത്തും 17 ഇഞ്ച് വീലുകളും മുൻവശത്ത് 118 ടയറുകളും പിന്നിൽ 130/70 ടയറുകളും ഉണ്ട്. 2 ട്യൂബ്ലെസ് ആണെന്നും കമ്പനി അറിയിച്ചു. ഹോണ്ട CBR 150R ഉടൻ ഇന്ത്യയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നന്ദി.